റിവേഴ്സ്, ലേക്സ്, സ്ട്രെയിറ്റ്സ് ഇതൊക്കെ ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ആണ്. ഈ ഏരിയയിൽ വന്നിരിക്കുന്ന PYQs നമുക്കിത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ വാട്ടർ ഡ്രെയിൻഡ് ഓഫ് ബൈ നൈൽ റിവർ? നൈൽ റിവർ നമുക്കറിയാം, നൈൽ ഈസ് ദ ലോങ്സ്റ്റ് റിവർ ഓഫ് ദി വേൾഡ് അല്ലേ. അതേപോലെ തന്നെ ഈജിപ്റ്റ് ഈസ് നോൺ ആസ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇപ്പം നൈൽ റിവർ വാട്ട് ഈസ് ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദി വാട്ടർ, അല്ലെങ്കിൽ നൈൽ റിവർ ഡ്രെയിൻഡ് ഓഫ് ടു എയർ എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ലേക്ക് വിക്ടോറിയ, ഇന്ത്യൻ ഓഷ്യൻ, മെഡിറ്ററേനിയൻ സീ, ലേക്ക് ടാങ്കിനിക്ക. ഓക്കെ, ആൻസർ വന്നിരിക്കുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. നൈൽ റിവർ പതിക്കുന്നത് എവിടെ? മെഡിറ്ററേനിയൻ സീയിലേക്കാണ് നൈൽ റിവർ പതിക്കുന്നത്. ലേക്ക് വിക്ടോറിയ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നൈൽ ഒറിജിനേറ്റ് ആസ് 2 streams, വൈറ്റ് നൈൽ ആൻഡ് ബ്ലൂ നൈൽ. ഓക്കെ, വൈറ്റ് നൈൽ ആൻഡ് ബ്ലൂ നൈൽ. അതിൽ ഈ വൈറ്റ് നൈൽ ഉത്ഭവിക്കുന്നത് ലേക്ക് വിക്ടോറിയയിൽ നിന്നാണ്. സോ ലേക്ക് വിക്ടോറിയ സോഴ്സ് ഫോർ ബ്ലൂ, ലേക്ക് വിക്ടോറിയ സോഴ്സ് ഫോർ വൈറ്റ് നൈൽ, VW നോർത്തിരിക്കുക. ലേക്ക് വിക്ടോറിയ സോഴ്സ് ഫോർ വൈറ്റ് നൈൽ. അപ്പോൾ ലേക്ക് ടാങ്കിനിക്ക പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എ ലോങ്സ്റ്റ് ലേക്ക് ഓഫ് ആഫ്രിക്കയാണ് ലേക്ക് ടാങ്കിനിക്ക. റിഫ്റ്റ് വാലിയിലാണ് ലേക്ക് ടാങ്കിനിക്ക ലൊക്കേറ്റ് ചെയ്യുന്നത്. ലേക്ക് വിക്ടോറിയ എടുക്കുകയാണെങ്കിൽ 2 റിഫ്റ്റ് വാലികൾക്ക് ഇടയിലാണ് ലേക്ക് വിക്ടോറിയ ലൊക്കേറ്റ് ചെയ്യുന്നത്. റിഫ്റ്റ് വാലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ഭൂമിയിലുള്ളൊരു അഗാധമായ ഗർത്തമാണ് റിഫ്റ്റ് വാലി. ആ റിഫ്റ്റ് വാലിക്കിടയിലാണ് ലേക്ക് വിക്ടോറിയ ലൊക്കേറ്റ് ചെയ്യുന്നത്. എന്നാൽ റിഫ്റ്റ് വാലി ലൊക്കേറ്റ് ചെയ്യുന്ന റിവറാണ് ലേക്ക് ടാങ്കിനിക്ക. അപ്പോൾ ലേക്ക് ടാങ്കിനിക്കയും ലേക്ക് വിക്ടോറിയ ഓർക്കുക. വിക്ടോറിയയ്ക്ക് മറ്റേ പ്രത്യേകത, ഇറ്റ് ഈസ് എ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ്. സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ് ആണ് ലേക്ക് വിക്ടോറിയ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ജസ്റ്റ് ഈ ഓപ്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും പല രീതിയിൽ വ്യത്യസ്തമായി നമുക്ക് ചോദ്യം വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് സാങ്ബോ, TSA and GPO. സാങ്ബോ എന്നറിയപ്പെടുന്ന റിവർ ഏതാണ്? ഗംഗാ റിവർ, ഗന്ദക് റിവർ, കാവേരി റിവർ, ബ്രഹ്മപുത്ര റിവർ. ആൻസർ ബ്രഹ്മപുത്ര റിവറാണ്. ബ്രഹ്മപുത്ര ഈസ് നോൺ ആസ് സാങ്ബോ എന്ന പേര് അറിയപ്പെടുന്നുണ്ട് ടിബറ്റിൽ. ഓക്കെ, അല്ലെ ചൈന റീജിയനിൽ. സാങ്ബോ, ബ്രഹ്മപുത്ര നമുക്കറിയാം, ഇറ്റ് ക്യാരീസ് ദ ലാർജസ്റ്റ് വോളിയം ഓഫ് വാട്ടർ എമംഗ് ഇന്ത്യൻ റിവേഴ്സ്. ഓക്കെ, സോ ബ്രഹ്മപുത്ര റിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, The Arabian Sea is an extension of which of the following oceans? അറേബ്യൻ സീ എന്ന് പറയുന്നത് ഏത് ഓഷ്യൻ്റെ എക്സ്റ്റൻഷൻ ആണെന്ന് നമുക്കറിയാം. ഇന്ത്യയിലേക്ക് അറേബ്യൻ സീയും അതേപോലെ തന്നെ ബേ ഓഫ് ബംഗാളും എന്ന രീതിയിൽ ഇന്ത്യൻ ഓഷ്യൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അറേബ്യൻ സീ നമുക്കറിയാം, ബേ ഓഫ് ബംഗാൾ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അറേബ്യൻ സീ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് വിച്ച് ഓഷ്യൻ? അറേബ്യൻ സീ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. സോ ആൻസർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ വരുന്ന ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ലേക്ക് ഈസ് എ സോൾട്ട് വാട്ടർ ലേക്ക്? തന്നിരിക്കുന്നത് സോൾട്ട് വാട്ടർ ലേക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സുപ്പീരിയർ, ചിൽക്ക, മലാവി, ടിറ്റിക്കാക്ക. ഓക്കെ, അത് ചിൽക്ക നമുക്കറിയാം, ദാറ്റ് ഈസ് ഇന്ത്യയിലുള്ള ഒഡീഷയിലുള്ള ലേക്കാണ് ചിൽക്ക ലേക്ക് എന്ന് പറയുന്നത്. സോ ചിൽക്ക ലേക്ക് ഈസ് എ ബ്രാക്കിഷ് വാട്ടർ ലേക്ക് ഓർ സോൾട്ട് വാട്ടർ ലേക്ക് ആണ്, ലഗൂൺ ലേക്ക് ആണ്. സോ ചിൽക്ക ലേക്ക് വരുന്ന ഓപ്ഷൻ B ആണ് ആൻസർ. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചിൽക്ക ലേക്ക് സോൾട്ട് വാട്ടർ ലേക്ക് ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി, മറ്റേ ലേക്ക് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമില്ല. എങ്കിൽ നമുക്ക് ലേക്ക് സുപ്പീരിയർ ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ് ലേക്ക് സുപ്പീരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്. ടിറ്റിക്കാക്ക ഇറ്റ് ഈസ് ഇൻ സൗത്ത് അമേരിക്കയിലാണ്. സൗത്ത് അമേരിക്കയിൽ ആൻഡീസ് മൗണ്ടെയ്ൻസിലാണ് ടിറ്റിക്കാക്ക ലൊക്കേറ്റ് ചെയ്യുന്നത്. ഹൈ ഓൾട്ടിറ്റ്യൂഡ് നാവിഗബിൾ ലേക്കാണ് ടിറ്റിക്കാക്ക എന്ന് പറയുന്നത്. മലാവി ലേക്ക് ലൊക്കേറ്റ് ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ് മലാവി ലേക്ക് ലൊക്കേറ്റ് ചെയ്യുന്ന കാര്യവും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ ഹോളി മൗണ്ടെയിൻ കൈലാഷ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് നെയ്ബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഏത് നെയ്ബറിംഗ് കൺട്രിയിലാണ് കൈലാഷ് ലൊക്കേറ്റ് ചെയ്യുന്നതാണ്? ഈ കൈലാഷ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ നോർത്ത് വെസ്റ്റിലായി ലൊക്കേറ്റ് ചെയ്യുന്ന ട്രാൻസ് ഹിമാലയ റേഞ്ചസിൻ്റെ റേഞ്ചായ ലഡാക്ക് റേഞ്ച് അത് ടിബറ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന കൈലാഷ് റേഞ്ച്, അവിടെയാണ് കൈലാഷ് മൗണ്ടെയിൻ ലൊക്കേറ്റ് ചെയ്യുന്നത്. സോ കൈലാഷ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് വിച്ച് റീജിയൻ? ടിബറ്റ് റീജിയൻ ഓഫ് ചൈന. സോ ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. സോ കൈലാഷ് റേഞ്ച് in India, the Kailash range is known as Ladakh range, or Kailash is an extension of Ladakh range. Next, South China Sea is a part of which of the following ocean?
So Arctic Ocean, Pacific Ocean, Southern Ocean, Indian Ocean, South China Sea. South China Sea is a part of Pacific Ocean. Pacific Ocean the part ആണ് South China Sea എന്ന കാര്യവും മറക്കാതിരിക്കുക. Next case, which of the following ocean sea surrounded by the continent of North America and South America to the east? Question ശരിക്കും ഒന്നുകൂടെ വായിക്കണം. Which of the following ocean is surrounded by continent of North America and South America to the east? അപ്പോൾ continent of North America അതേപോലെ തന്നെ സൗത്ത് അമേരിക്ക ഇത് ടു ദ ഈസ്റ്റ് അല്ലേ, ഇത് ഏത് ഓഷ്യൻ്റെ ഈസ്റ്റിലായിട്ടാണ് ഈ കോണ്ടിനെൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് പസഫിക് ഓഷ്യൻ അല്ലേ. പസഫിക് ഓഷ്യനും അറ്റ്ലാന്റിക് ഓഷ്യനും ഇടയ്ക്കായിട്ടാണ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക കോണ്ടിനെൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഓഷ്യൻ്റെ ഈസ്റ്റേൺ സൈഡിലാണ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക? ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് പസഫിക് ഓഷ്യൻ. വരുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ജോഗ്രഫിക് ഫീച്ചർ ദാറ്റ് സെർവ്സ് ആസ് എ ബൗണ്ടറി ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക? യൂറോപ്പിനും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്ന ജോഗ്രഫിക്കൽ റീജിയൻ ഏതാണ്? ബോസ്പറസ് സ്റ്റേറ്റ്, സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ, ഡാർഡനലസ് സ്റ്റേറ്റ്, മലാക്ക സ്റ്റേറ്റ്. ഓക്കെ, ഞാൻ ആൻസർ ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ ആണ്. ആഫ്രിക്കയുടെ ഒരു നോർത്ത് വെസ്റ്റേൺ ഭാഗത്തുള്ള മൊറോക്കോയും അതേപോലെ തന്നെ സ്പെയിനുമായിട്ട്, യൂറോപ്യൻ കൺട്രിയായ സ്പെയിനുമായിട്ട്, ഐബീരിയൻ പെനിൻസുലയുമായിട്ട് അതിർത്തി ഉണ്ടാക്കുന്ന പ്രദേശമാണ് സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ സെപ്പറേറ്റ്സ് യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക. അപ്പോൾ ബാക്കി സ്റ്റേറ്റ്സ് നമ്മൾ നോക്കി വെക്കണം. ദാറ്റ് ഈസ് ബോസ്പറസ്. സോ ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ വന്നു, ബോസ്പറസ് സ്റ്റേറ്റ്. ബോസ്പറസ് സ്റ്റേറ്റ് എന്താണ്? ദാറ്റ് ഈസ് ഏഷ്യ ആൻഡ് യൂറോപ്പിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ബോസ്പറസ് സ്റ്റേറ്റ്. ടർക്കിയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഡാർഡനസ് സ്റ്റേറ്റ് ഏഷ്യൻ ടർക്കി ആൻഡ് യൂറോപ്യൻ ടർക്കിയെ സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ഡാർഡനസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റ് ഓഫ് ഡാർഡനലസ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഏഷ്യ ആൻഡ് യൂറോപ്പിനെ തന്നെ വേർതിരിക്കുന്ന മറ്റൊരു സ്റ്റേറ്റാണ് ഡാർഡനസ് സ്റ്റേറ്റ്. മലാക്ക സ്റ്റേറ്റ് നമുക്കറിയാം. ദാറ്റ് ഈസ് മലാക്ക സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയും മലേഷ്യയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റാണ് നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. ഇന്തോനേഷ്യ മലേഷ്യ സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്സ് എല്ലാം ഓർത്തിരിക്കുക. ഈ 4 സ്റ്റേറ്റ്സും പഠിച്ചു വെക്കുക. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ ഹയസ്റ്റ് നാവിഗബിൾ ലേക്ക് ഇൻ ദ വേൾഡ്? ഓക്കെ, ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഹയസ്റ്റ് നാവിഗബിൾ ലേക്ക് ഇൻ ദ വേൾഡ് ദാറ്റ് ഈസ് ടിറ്റിക്കാക്കയാണ്. ടിറ്റിക്കാക്ക ഈസ് ലൊക്കേറ്റഡ് അറ്റ് സൗത്ത് അമേരിക്കയാണ്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ആൻഡീസ് മൗണ്ടൻ ഇൻ സൗത്ത് അമേരിക്ക. ഹുറോൺ, സുപ്പീരിയർ രണ്ടും ദ ഗ്രേറ്റ് ലേക്സ് ഓഫ് യുഎസിൻ്റെ ഭാഗത്താണ്. സുപ്പീരിയർ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് ഈസ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ് ആണ്. ഹുറോൺ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഗ്രേറ്റ് ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഓഷ്യൻസ് എക്സ്റ്റെൻഡ്സ് ഇൻ ടു ദ മെഡിറ്ററേനിയൻ സീ? മെഡിറ്ററേനിയൻ സീയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഓഷ്യൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഓഷ്യൻ, പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ആർട്ടിക് ഓഷ്യൻ. നമുക്കറിയാം മെഡിറ്ററേനിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഓഷ്യനാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി, അഥവാ അറ്റ്ലാന്റിക് ഓഷ്യനെയും മെഡിറ്ററേനിയൻ സീയെയും കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റ് ഓഫ് ജിബ്രാൾട്ടർ. ഓക്കെ, അപ്പം അറ്റ്ലാന്റിക് ഓഷ്യൻ വരുന്നു. ഓപ്ഷൻ സി ആൻസർ. ഇത് ഈ സെഷനിലെ അവസാനത്തെ ചോദ്യമാണ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്